ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യ ഭാഗമാണ്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് ഒരു സിമ്പിൾ എക്കണോമിയാണ്. ഒരു സിമ്പിൾ എക്കണോമി എന്ന് പറഞ്ഞാൽ ലളിത സമ്പദ് വ്യവസ്ഥ. ഒരു ലളിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കുട്ടനാട്ടിലെ ഒരു നെൽ കൃഷിക്കാരൻ, പാലക്കാട്ടെ ഒരു കുടിൽ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, ബോംബെയിലെ ധാരാവിയിൽ ആഹാരം കൊണ്ടു കൊടുക്കുന്ന ഒരു ദാബാവാല, ഹൈദരാബാദിലെ തുണിമില്ലിൽ ജോലി ചെയ്യുന്ന ഒരു എൻജിനീയർ, കോവിഡ് പ്രതിരോധിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറും നേഴ്സും ആരോഗ്യ പ്രവർത്തകരും. അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ തൊഴിലായിട്ട് ഓരോരുത്തർ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഉറപ്പായിട്ടും വരുമാനം കിട്ടും. ആ വരുമാനം ഉപയോഗിച്ചാണ് ആ ഓരോരുത്തരുടെയും കുടുംബത്തിലെ നിത്യ ചെലവുകൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദിനവും ചെയ്യാനായിട്ട് പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പണം വേണം. പക്ഷെ നമ്മളുടെ എല്ലാം പ്രശ്നം എന്താ? ആ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവം നമുക്കില്ല, സമ്പത്ത് നമുക്കില്ല. അതാണ് വരുമാനം. അപ്പം നമുക്ക് മനുഷ്യന് അനന്തമായ ആവശ്യങ്ങളുണ്ട്. ആ അനന്തമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം, സമ്പത്ത്, വരുമാനമില്ല. അപ്പോൾ മനുഷ്യൻ ബേസിക്കലായിട്ട് ഒരു കാര്യം ചെയ്യും, ആ ആവശ്യങ്ങളെ റേറ്റ് ചെയ്യും. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഏറ്റവും വലിയ ആവശ്യമാണ് ഞാൻ നിറവേറ്റുന്നത്. ഇതാണ് ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക കർത്തവ്യം. നമുക്ക് പറയാം ബേസിക് എക്കണോമിക് ആക്ടിവിറ്റി. ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അനന്തമായ ആവശ്യങ്ങളെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, നിറവേറ്റാൻ പറ്റും. അതാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലം, അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വാൺസ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. 2, ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള നമ്മുടെ വിഭവം, അതാണ് സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് നമ്മൾ പറയുന്നത്. 3, ആ അനന്തമായ ആവശ്യങ്ങളെ നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും, നമ്മൾ കൈകാര്യം ചെയ്യും. ആ അനന്തമായ ആവശ്യങ്ങളെ നമ്മളുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പൊരുത്തപ്പെടുത്താൻ നോക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളെ റേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ സമ്പത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിറവേറ്റാൻ സമ്പത്തിന് അതിന് ഉപയോഗങ്ങൾ പലതുണ്ട്. ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഒന്നിലധികം സാധ്യതകളുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപ ഉപയോഗിച്ച് എനിക്ക് ഇന്നേരം ഈ ഒരു സെക്കൻഡ് എന്താണ് ആവശ്യം? അത് ആഹാരം കഴിക്കണമെങ്കിൽ ആഹാരം കഴിക്കാം, സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം. അത് എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം? അതെനിക്ക് നിറവേറ്റണം. അപ്പോൾ അതാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ, വിഭവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യത, ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സ്കേഴ്സിറ്റി ഒരു വലിയ പ്രശ്നമാണ്. സ്കേഴ്സിറ്റി അല്ലെങ്കിൽ വിഭവങ്ങളുടെ അപര്യാപ്തതയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെയും ഒരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം. ഇത് നമ്മൾ ചർച്ച ചെയ്യുകയാണ് എക്കണോമിക്സിൽ ഉടനീളം പലതരത്തിൽ. ഒരു രാജ്യത്തിൻ്റെ കേസായാലും, ഒരു വ്യക്തിയുടെ കേസായാലും, ഒരു സമൂഹത്തിൻ്റെ കേസായാലും. അപ്പോൾ ഇവിടെ എക്കണോമിക്സിൻ്റെ 3 ഡെഫിനിഷൻ നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷൻ. ഫാദർ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആഡം സ്മിത്ത് പറഞ്ഞു, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്.
രണ്ടാമത്തെ ഡെഫിനിഷൻ, അപ്പം വെൽത്ത് ഡെഫിനിഷൻ ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു. അത് മനുഷ്യൻ്റെ മുഖം നോക്കിയില്ല. അപ്പം മനുഷ്യൻ വെൽത്ത് എന്ന് പറയുന്നത് എന്തിനാ? സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷൻ വന്നു, വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിന് അർത്ഥം വരുന്നത് എന്ന്. അപ്പോഴാണ് മൂന്നാമത്തെ ഡെഫിനിഷൻ വന്നത്, സ്കേഴ്സിറ്റി. നമ്മൾ മുമ്പേ പറഞ്ഞ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത് ലിയോണൽ റോബിൻസ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള താരതമ്യമാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ, സൂക്ഷ്മം. നമുക്ക് പറയാം, നമ്മൾ നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നു. സൂക്ഷ്മജീവികൾ, എക്കണോമിക്സിലെ സൂക്ഷ്മജീവികൾ ഏതാ? അപ്പം എക്കണോമിക്സിലെ സൂക്ഷ്മജീവികളാണ് നമ്മൾ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എക്കണോമിക്സ് രണ്ട് രീതിയിലാവാം. ഒന്ന് കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റം. രണ്ട് ഉൽപാദകൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ഫേം എന്ന് പറയും, FIRM, ഫേം. ഇത് രണ്ടുമാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ഉടനീളം പഠിക്കുന്നത്. തിയറി ഓഫ് ദി ഫേം ആയിട്ടും തിയറി ഓഫ് ദി കൺസ്യൂമർ ആയിട്ടും. ഉപഭോക്താവിൻ്റെ പെരുമാറ്റം നമ്മൾ പഠിക്കുന്നത് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നു. ഒരു വ്യക്തി ഉൽപാദകൻ്റെ പെരുമാറ്റം നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ടോട്ടൽ കോസ്റ്റിൻ്റെ രൂപത്തിലും മോണോപ്പൊളിയുടെ രൂപത്തിലുമൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ മൈക്രോ എക്കണോമിക്സിന് മറ്റൊരു പേരുണ്ട്, പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. എങ്ങനെയാണ് പല വസ്തുക്കളുടെയും പല ഉൽപ്പന്നങ്ങളുടെയും വില ഈടാക്കുന്നതെന്ന്. രണ്ട്, മാക്രോ എക്കണോമിക്സിൻ്റെ പ്രത്യേകത, അതിന് മറ്റൊരു പേരുണ്ട് ഇൻകം തിയറി എന്ന് പറയുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവ് വാങ്ങുന്നത്, ഇതൊക്കെയാണ് നമ്മൾ മൈക്രോയിൽ ചിന്തിക്കുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ ചെറിയ കാഴ്ചപ്പാടല്ല. ഒരു പക്ഷി ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള മനുഷ്യരെ ചെറുതായിട്ട് കാണുന്നു. അതേപോലെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒട്ടാകെയുള്ള മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മാക്രോസ്കോപ്പിക് വ്യൂ, വിഹക വീക്ഷണത്തിലൂടെ കാണുകയാണ്. അവിടെ ഒരു ഉൽപ്പന്നമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പല മേഖലകളിലായിട്ട് എന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമെല്ലാം കൂട്ടുകയാണ് GDP, മൊത്ത ദേശീയ ഉൽപ്പന്നം. ഒരാളുടെ ഉപഭോഗമല്ല അവിടെ ചർച്ച ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലെ പോലെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള കൺസംഷനാണ്, ഉപഭോഗമാണ്, ഉൽപ്പാദനമാണ്. രാജ്യത്തിൻ്റെ ഒരാളുടെ ഇൻകം അല്ല അവിടെ പറയുന്നത്, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻകം അല്ല നമ്മളവിടെ പറയുന്നത്. അവിടെ രാജ്യത്തിൻ്റെ മൊത്ത വരുമാനം, നാഷണൽ ഇൻകമാണ്, ദേശീയ വരുമാനമാണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും കൂടെ വില, ജനറൽ പ്രൈസ് ലെവൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും കൂടെ വിലക്കയറ്റത്തിനെ കുറിച്ച്, നമ്മൾ പണപ്പെരുപ്പത്തിനെ കുറിച്ച് പഠിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഇംഗ്ലീഷിൽ പറയും. ഇതൊക്കെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള കമ്പാരിസൺ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സ്കേഴ്സിറ്റിയാണ്, വിഭവങ്ങളുടെ അപര്യാപ്തതയാണ്, വിഭവങ്ങളുടെ ദൗർലഭ്യമാണ്. അപ്പോൾ എല്ലാ സമ്പദ് വ്യവസ്ഥകളും, ഒരു സമൂഹമാവട്ടെ, ഒരു ചെറിയ സംസ്ഥാനമാവട്ടെ, ഒരു രാജ്യമാവട്ടെ, അത് വികസിച്ചതോ വികസിക്കാത്തതോ വികസിക്കുന്നതോ ആവട്ടെ, ഡെവലപ്ഡ് ആവാം, ഡെവലപ്പിംഗ് ആവാം, അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വേണമെങ്കിലും ഭരിച്ചുകൊള്ളട്ടെ, എല്ലാ സമ്പദ് വ്യവസ്ഥകളും ചില അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതാണ് ഞാനിവിടെ അടുത്തത് പറയാൻ പോകുന്നത്. അതിന് നമുക്ക് പറയാം സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം, അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ. എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗം ചെയ്യണം, അതാണ് റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലം. അത് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്,
വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം. ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഇന്ത്യക്ക് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുണ്ട്? നെല്ല് ഉൽപ്പാദിപ്പിക്കണം, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണം, ഡിഫൻസ് സാധനങ്ങൾ രാജ്യസുരക്ഷയ്ക്കായിട്ട് ഉൽപ്പാദിപ്പിക്കണം, റെയിൽവേ ലൊക്കോമോട്ടീവ് ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ കാറുകൾ ഉൽപ്പാദിപ്പിക്കണം, ബൈക്കുകൾ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സിമ്പിളായിട്ട് പറയാം, എക്സ് ആൻഡ് വൈ. ഒരു സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സാധനങ്ങൾ, ആ രണ്ട് സാധനങ്ങൾ ഏതൊക്കെ? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സാധനങ്ങൾ എത്ര എണ്ണം? അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുണ്ട്? ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുണ്ട്. അതെല്ലാം ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നെല്ല് നമുക്ക് വേണം, നമ്മുടെ 130 കോടിയോളം വരുന്ന ജനസംഖ്യയ്ക്ക് തീറ്റിപ്പോറ്റാനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നെല്ല് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതിയോ? പോരാ. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക ഓരോന്നും. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം, അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സമ്പദ് വ്യവസ്ഥ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനടി വരുന്ന അടുത്ത പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് പറയാം, അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ചോയ്സ്, ഉൽപ്പന്നം ഏതൊക്കെ ഉൽപ്പാദിപ്പിക്കണം, ചോയ്സ് ആണ്. ഇവിടെ നമ്മളിവിടെ പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിന് അത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ചിലവഴിക്കാമെന്ന് ഞാനിവിടെ പറഞ്ഞു. അതിനെ നമുക്ക് ചോയ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന് ഞാനിവിടെ പറഞ്ഞു. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. തൊഴിലാളിയിൽ അധിഷ്ഠിതമായ സാങ്കേതികവിദ്യ, മൂലധനത്തിൽ അധിഷ്ഠിതമായ സാങ്കേതികവിദ്യ, രണ്ട് പ്രധാനപ്പെട്ട സാങ്കേതികവിദ്യകളുണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, വില എന്ന് പറയുന്നത് 10 രൂപ എന്ന് വെച്ചു. ആ 10 രൂപയിൽ 7 രൂപ തൊഴിലാളിയുടെ ചിലവാണ്, 3 രൂപ മൂലധനം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ചിലവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, തൊഴിലാളിക്കാണ് കൂടുതൽ ചിലവായെങ്കിൽ ആ സാങ്കേതിക വിദ്യ നമുക്ക് പറയാം തൊഴിലാളിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ. നേരെ തിരിച്ച് ഒരു മൊബൈൽ ഫോൺ എടുത്തു, ആ മൊബൈൽ ഫോണിന് 10,000 രൂപയാണ്. ആ 10,000 രൂപയിൽ 7,000 രൂപ സാങ്കേതിക വിദ്യയ്ക്കും 3,000 രൂപ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള തൊഴിലാളിക്കുമായിട്ടാണ് ചിലവായതെങ്കിൽ നമുക്ക് പറയാം 7:3, അല്ലെങ്കിൽ നമുക്ക് പറയാം 7:7:3 അല്ലെങ്കിൽ 7:3 എന്ന് നമുക്ക് പറയാം. നമുക്കവിടെ പറയാം ആ മൊബൈൽ ഫോണിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഉൽപ്പന്നം നമ്മളെടുത്തു, 10 രൂപ. ആ 10 രൂപയിൽ തുല്യമായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. 5 രൂപ തൊഴിലാളിക്കും കൊടുത്തു, 5 രൂപ മൂലധനത്തിനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ പറയാം ന്യൂട്രൽ ടെക്നിക്ക്. അപ്പം നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ അടുത്ത ക്വസ്റ്റ്യനാണ് ഹൗ ടു പ്രൊഡ്യൂസ്, അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് പറയാം ചോയ്സ് ഓഫ് ടെക്നിക്. ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട സാങ്കേതികവിദ്യ എന്താണെന്നാണ് അടുത്തത് തീരുമാനിക്കേണ്ടത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉടൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു, ടു ഹും ടു പ്രൊഡ്യൂസ്, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ എക്കണോമിക്സിൽ ആദ്യമേ പഠിക്കുന്ന ഒരു പാഠമാണ് എന്തുൽപ്പന്നം. അത് 1 രൂപയുടെ ഒരു ഉൽപ്പന്നമാണെങ്കിലും 1 കോടിയുടെ ഒരു ഉൽപ്പന്നമാണെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഉൽപ്പാദക ഘടകങ്ങളുണ്ട്. ആ ഉൽപ്പാദക ഘടകങ്ങൾ ലാൻഡാണ്, ലേബറാണ്, ക്യാപിറ്റലുണ്ട്, ഓർഗനൈസേഷനുണ്ട്, തൊഴിലാളിയുണ്ട്, ഭൂമിയുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, മൂലധനമുണ്ട്, സംരംഭകത്വമുണ്ട്. ഈ 4 ഫാക്ടേഴ്സിനെയും കൂടെ ചേർന്ന് നമുക്ക് പറയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദക ഘടകങ്ങൾ. ഈ ഉൽപ്പാദക ഘടകങ്ങൾ ചേർന്ന് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു, 1 രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദക ഘടകങ്ങൾക്ക് വരുമാനം കൊടുക്കേണ്ടതുണ്ട്. ഫങ്ഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ആ ഉൽപ്പന്നം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദക ഘടകങ്ങൾക്ക് എങ്ങനെ വരുമാനം വിതരണം ചെയ്യുന്നു, അതാണ്. അപ്പം സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിനെ നമുക്ക് 3 ആയിട്ട് പറയാം: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ടു ഹും ടു പ്രൊഡ്യൂസ്.
എന്തുൽപ്പാദിപ്പിക്കണം, ആ ഉൽപ്പന്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് പ്രോഡക്റ്റ് ചോയ്സ്, ഉൽപ്പന്നത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. 2 സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചോയ്സ്. 3 ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് അവർക്ക് വരുമാനം കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ 3ാമത് പറഞ്ഞത്. അപ്പം ഇത് 3ഉം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലേക്ക് വരാം. ഇവിടെ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് പറയാം ഒരു സമ്പദ് വ്യവസ്ഥയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെയാണ് ഈ പറഞ്ഞ റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന വാട്ട് ടു പ്രൊഡ്യൂസും ഹൗ ടു പ്രൊഡ്യൂസും ടു ഹും ടു പ്രൊഡ്യൂസും എന്ന് പറയുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ വിവിധ സമ്പദ് വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റംസ് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ക്യാപിറ്റലിസം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. 2 സോഷ്യലിസം അല്ലെങ്കിൽ പറയാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത നമുക്കറിയാം, അവിടെ മുതലാളിയാണ് എല്ലാം. അവിടെ സ്വകാര്യ വ്യക്തിക്കാണ് പ്രാധാന്യം, സ്വകാര്യ സമ്പത്തിനാണ് പ്രാധാന്യം, പ്രൈവറ്റ് പ്രോപ്പർട്ടി. പക്ഷെ നേരെ തിരിച്ച് ഒരു സോഷ്യലിസത്തിലോ അവിടെ സമൂഹത്തിനാണ് പ്രാധാന്യം, അവിടെ പബ്ലിക്കിനാണ് പ്രാധാന്യം. ഇവിടെ മുതലാളിയെ സംബന്ധിച്ച് അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ലാഭത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സ്വകാര്യ വ്യക്തിക്കാണ് പ്രാധാന്യമെങ്കിൽ അവിടെ ഗവൺമെൻറ്റിനാണ് പ്രാധാന്യം. ഇവിടെ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന സ്വകാര്യ മേഖലയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ അവിടെ പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനമാണെങ്കിൽ നമുക്കറിയാം ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പ്ലാനിംഗ് അതോറിറ്റി ആണ് അവിടെ സോഷ്യലിസത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പരീക്ഷകൾക്ക് വന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ക്യാപിറ്റലിസം സോഷ്യലിസം, ഇത് തമ്മിലുള്ള താരതമ്യം ചെയ്യാൻ പറയുന്നുണ്ട്. പ്രോഫിറ്റ് ഈസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ക്യാപിറ്റലിസം. ലാഭേച്ഛയാണ് ഒരു സ്വകാര്യ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ഊർജമെങ്കിൽ ഗവൺമെൻറ്റിനാണ് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട റോള്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരു സമ്പദ് വ്യവസ്ഥകളിലും ക്യാപിറ്റലിസം പൂർണ്ണമായിട്ടോ സോഷ്യലിസം പൂർണ്ണമായിട്ടോ കാണാൻ പറ്റില്ല. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്ന് പറയാം. സോഷ്യലിസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് പഴയ റഷ്യ, ചൈന എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്ന മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യയെ പോലെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ. അടുത്തത് 2ാമത്തെ ചാപ്റ്ററായ കൺസ്യൂമർ ബിഹേവിയറിലേക്ക് നമുക്ക് വരാം. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഉപയുക്തത, യൂട്ടിലിറ്റി, വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് ഒരു ഉപഭോക്താവിന് കിട്ടുന്ന സംതൃപ്തിക്ക് നമ്മൾ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഉപയുക്തത 2 രീതിയിൽ നമുക്ക് അളക്കാം. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി. ഇവിടെ 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതി അളക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ റാങ്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പറയാം ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മാർഷലാണ് കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ പറയുന്ന നല്ല രസകരമായൊരു സിദ്ധാന്തമുണ്ട്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു വിശന്നിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ആപ്പിൾ കൊണ്ടുവയ്ക്കുന്നു. അയാൾക്ക് ആദ്യത്തെ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയെ അത് നമുക്ക് പറയാം 12 യൂട്ടിൽസ്, 12 യൂട്ടിൽ. 2ാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടുന്നത് അതിൽ നിന്ന് കുറച്ച് തന്നെയാണ് 6. 3ാമത്തെ ആപ്പിളിൽ നിന്ന് 4. അപ്പോൾ അങ്ങനെ ഓരോ അഡീഷണൽ ആപ്പിളിൻ്റെ കൺസംഷനിൽ നിന്ന് ഉപഭോഗത്തിൽ നിന്ന് ആ ഉപഭോക്താവിന് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് പറയാം മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമുക്ക് പറയാം മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഈസ് കൺസ്യൂംഡ്. ഒരു ഉൽപ്പന്നം അഡീഷണലായിട്ട് ഉപഭോഗം ചെയ്തപ്പോൾ ഉപഭോക്താവിന് കിട്ടിയ സംതൃപ്തിക്ക് പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഓരോ ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി ശ്രദ്ധിക്കുക. അവിടെ 1, 2, 3, 4, 5ാമത്തെ യൂട്ടിലിറ്റിയിൽ നിന്ന് അയാൾക്കൊന്നും കിട്ടിയില്ല, 0. ഇനി ഒരെണ്ണം കഴിച്ചാൽ
അയാൾക്ക് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും? -2. അപ്പോൾ ഇവിടെ അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കാര്യം വ്യക്തമാണ്, അയാൾക്ക് 4 എണ്ണം കഴിച്ചപ്പോഴുള്ള യൂട്ടിലിറ്റിയിൽ നിന്ന് ഒന്നുപോലും കൂടുതൽ 5ാമത്തെ ഒരെണ്ണം കഴിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇതിന് പറയുന്നത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സീമന്ത ഉപയുക്തത എന്ന് പറയുന്നത് നിരന്തരമായി കുറഞ്ഞു വരുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുന്നു. അതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റിയിലേക്ക് വരാം. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത, അവിടെ നമുക്ക് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ റാങ്ക് ചെയ്യുകയാണ്. ആ റാങ്ക് ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നിസ്സംഗതാ വക്രം. ആ കർവിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. രണ്ട് ഉൽപ്പന്നം, ആപ്പിളും ഓറഞ്ചും. 2 കിലോ ആപ്പിൾ, 2 കിലോ ഓറഞ്ച്. ആ 2 കിലോ ആപ്പിളും 2 കിലോ ഓറഞ്ചിൽ നിന്ന് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷനാണ് 3-1 നിന്ന് കിട്ടുന്നത്, 1-3 നിന്ന് കിട്ടുന്നത്. നമുക്ക് പറയാം ദർ ആർ 3 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ബാസ്ക്കറ്റ് എന്ന് പറയാം, കൺസ്യൂമർ ബാസ്ക്കറ്റ് എന്ന് പറയാം. ഞാനിപ്പം പറഞ്ഞ 2-2, 3-1, 1-3 എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കിലോഗ്രാമുകൾ, അത് 3 കോമ്പിനേഷൻസും ഒരു ഉപഭോക്താവിന് ഒരേ സംതൃപ്തിയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരേ സംതൃപ്തി നൽകുന്ന കോമ്പിനേഷൻ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വരയ്ക്കാം ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന നിസ്സംഗതാവക്രം പറയുന്നത് ആ ഒരു ഇൻഡിഫറൻസ് കർവിലെ 3 പോയിന്റുകൾ എടുത്ത് നമ്മൾ വരച്ചാൽ അത് കോൺവെക്സ് ഷേപ്പാണ്. അത് സൂചിപ്പിക്കുന്നത് ഉപഭോക്താവിന് ഒരേ സംതൃപ്തിയാണ് ആ 3 കോമ്പിനേഷൻസിൽ നിന്ന് കിട്ടുന്നത്. ദി കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ടു 3 ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ബണ്ടിൽസ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. ഒന്ന് കോൺവെക്സ് ഷേപ്പാണ്. ഒരു ഇൻഡിഫറൻസ് കർവും മറ്റൊരു ഇൻഡിഫറൻസ് കർവുമായിട്ട് കൂട്ടിമുട്ടുന്നില്ല. ഓരോ ഹയർ ഇൻഡിഫറൻസ് കർവും കാണിക്കുന്നത് ഉയർന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഹയർ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ Δx2/Δx1. ഒരു ഇൻഡിഫറൻസ് കർവിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ അയാൾക്ക് എന്താണ് പകരം കളയേണ്ടത്. ഇപ്പം എനിക്ക് 2-2 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നിന്ന് 3-1 പോകുമ്പോഴുള്ള വ്യത്യാസം എന്തുവാ? 1 യൂണിറ്റ് കൂടുതൽ ആപ്പിൾ മേടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 1 കിലോഗ്രാം ഓറഞ്ച് നമ്മൾ കുറച്ചേ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ബജറ്റ് സെറ്റാണ്. ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ വരുമാനം ഉപയോഗിച്ച് ഇപ്പം 30 രൂപ എനിക്കുണ്ട്. ആ 30 രൂപ ഉപയോഗിച്ച് എനിക്ക് മേടിക്കേണ്ട 2 സാധനങ്ങൾ, ഇപ്പോൾ ആപ്പിളും ഓറഞ്ച്. ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും വില ഞാനിവിടെ പറയുന്നു 3 രൂപയും 5 രൂപയുമാണ്. അപ്പം 3 രൂപ 1 കിലോഗ്രാമിന് വില, 5 രൂപ 1 കിലോ ഓറഞ്ചിൻ്റെയും വില. അങ്ങനെയാണെങ്കിൽ ആ 2 സാധനങ്ങൾ എത്ര മേടിക്കാം? അപ്പം എനിക്ക് ഒരു ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് 2 ഉൽപ്പന്നങ്ങളുടെ വിവിധ കോമ്പിനേഷൻസ് ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി ബജറ്റ് ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ബജറ്റ് ലൈനിൽ സൂചിപ്പിക്കുന്നത് 2 ഉൽപ്പന്നങ്ങൾ X1 X2 എന്ന 2 ഉൽപ്പന്നങ്ങൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞു 30 രൂപ. X1ൻ്റെ വില എന്ന് പറയുന്നത് 3 രൂപയും X2വിൻ്റെ വില 5 രൂപയും. എനിക്ക് കൃത്യമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന തുക, ഉദാഹരണത്തിന് X1 10 കിലോഗ്രാം ഞാൻ മേടിക്കുമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് X2 0 മേടിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം X1 0 അങ്ങനെ അപ്പോൾ X2 6 കിലോഗ്രാം എനിക്ക് മേടിക്കാം. ഇനി 5 കിലോ X1 മേടിക്കാം, 3 കിലോ X2 മേടിക്കാം. ഈ 3 കോമ്പിനേഷൻസും ബാസ്ക്കറ്റും കൂടെ ചേർത്ത് നമുക്ക് വരയ്ക്കാം ഒരു ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ? ഒരു പരിമിതമായ വരുമാനം ഉപയോഗിച്ച് ഒരു ഉപഭോക്താവിന് മേടിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളുടെ വ്യത്യസ്ത അളവുകൾ. ആ ബജറ്റ് ലൈനിലെ ഓരോ പോയിന്റ് എടുത്താലും അയാൾ കൃത്യമായിട്ട് ചെലവഴിച്ച ബണ്ടിൽസാണ് കാണിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ പറയാം. P1X1 + P2X2 <= M. ഈക്വൽ വരുന്നതാണ് ബജറ്റ് ലൈൻ. അതിന് താഴ്ന്നു വരുന്ന കോമ്പിനേഷൻ എല്ലാം നമുക്ക് <= എന്ന് പറയാം. ഇനി ഒരു ഉപഭോക്താവിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഉപഭോക്താവിൻ്റെ ബജറ്റ് ലൈനും കൂടെ കൂട്ടിമുട്ടുമ്പോഴാണ് ഒപ്റ്റിമം കൺസ്യൂമർ ഒപ്റ്റിമം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ഈക്വൽസ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അടുത്തത് ലാ ഓഫ് ഡിമാൻഡ്. ലാ ഓഫ് ഡിമാൻഡ് ഒരു ചോദന നിയമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ
ഒരു സാധനം കൂടുതൽ മേടിക്കും. എപ്പോഴാണ്? ആ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുമ്പോൾ. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ മേടിക്കുന്ന ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടുത്തെ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പന്നത്തിൻ്റെ വില 0 നിന്ന് 2.6 എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 12.8 എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. നേരെ തിരിച്ച് ഉൽപ്പന്നത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പ്രതിപാദിക്കുന്നത്. 2 സാധനങ്ങളെക്കുറിച്ചാണ് അടുത്തത് ഞാൻ പറയുന്നത്. നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും. ഒരു നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ മേടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നോർമൽ ഗുഡ്. അതേസമയം ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ. എൻ്റെ വരുമാനം കൂടിയപ്പോൾ ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും എനിക്ക് ഇൻഫീരിയറായി, വില കുറഞ്ഞതായി, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പറയാം ഇൻഫീരിയർ ഗുഡ്സ്, വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം. നെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ്. ഒരു ഉൽപ്പന്നം ഞാനിവിടെ പറയുന്നത് ടീ ആൻഡ് കോഫി, തേയിലയും കാപ്പിപ്പൊടി, അത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതല്ല. ഒരെണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ തേയില സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തേയിലയുടെ വില കൂടുമ്പോൾ കാപ്പിയിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് പറയാം ടീ ആൻഡ് കോഫി ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഒന്നിന് പകരം മറ്റൊരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനെ നമുക്ക് പറയാം സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എക്സിൻ്റെ വില കൂടുമ്പോൾ വൈയുടെ ഡിമാൻഡാണ് കൂടുന്നത്, എക്സിൻ്റെ ഡിമാൻഡല്ല കൂടുന്നത്. അപ്പോൾ എക്സും വൈയും നമുക്ക് പറയാം സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒന്നിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉൽപ്പന്നം. ഇനി അടുത്തത് പൂരക വസ്തുക്കൾ, അല്ലെങ്കിൽ പറയാം കോംപ്ലിമെൻ്ററീസ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു ഉൽപ്പന്നം. നമുക്ക് പറയാം എ പ്രോഡക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് എലോങ് വിത്ത് അനദർ. ഒരു ഉൽപ്പന്നത്തിൻ്റെ കൂടെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത, എക്സിൻ്റെ വില കുറയുമ്പോൾ വൈയുടെ ഡിമാൻഡും കൂടും, എക്സിൻ്റെ ഡിമാൻഡും കൂടും. ഇപ്പോൾ എക്സിൻ്റെ വില കുറഞ്ഞു, അപ്പോൾ എക്സിൻ്റെ ഡിമാൻഡ് കൂടും. ഒപ്പം എന്ത് പറ്റും? വൈയുടെ ഡിമാൻഡും കൂടും. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കോംപ്ലിമെൻ്ററീസ് അല്ലെങ്കിൽ പൂരക വസ്തുക്കൾ എന്ന് പറയാം. അടുത്തത് 3ാമത്തെ ചാപ്റ്ററിലെ പ്രൊഡക്ഷനിലേക്ക് വരാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. എക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചത് വൈ എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേർന്നാണ്. നമുക്കതിനെ പറയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് നിരവധി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേർന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഒരു ഓട് ഫാക്ടറി, ടൈൽ ഫാക്ടറിയിലേക്ക് നമുക്ക് ചെല്ലാം. സ്ഥിരമായിട്ട് ആ ടൈൽ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 200 ടൈലാണ്, അല്ലെങ്കിൽ 300 ടൈലിനിടയ്ക്ക്. അപ്പോൾ 200-300 ടൈലിനിടയ്ക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈൽ ഫാക്ടറിയിൽ ഒരു ദിവസം ഞാൻ ചെന്ന് ചോദിച്ചു, ഒരു 1000 ടൈൽ തരാമോ എന്ന്. അപ്പോൾ ആ ഉൽപ്പാദകൻ ഞെട്ടി. കാരണം അയാൾ 10,000 രൂപയുടെ മെഷീനറിയും ചൂളയും ഒരു 10 തൊഴിലാളികളെയും കൊണ്ടാണ് ആ ഫാക്ടറിയിൽ എന്നും 200 അല്ലെങ്കിൽ 300 ഓട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ചെന്നിട്ട് ഞാൻ 1000 ഓട് ചോദിച്ചപ്പോൾ അയാൾ ഞെട്ടാൻ കാരണം, ഞെട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, എന്നും എൻ്റെ കയ്യിൽ നിന്ന് 1000 അല്ലെങ്കിൽ 2000 ടൈല് വെച്ച് മേടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം, കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ കൊണ്ടുവരാം, ചൂള വലുതാക്കാം, കൂടുതൽ തൊഴിലാളിയെയും ജോലി ചെയ്യിപ്പിക്കാം. ഇതാണ് വ്യത്യാസം. ആദ്യത്തെ കേസാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അവിടെ ക്യാപിറ്റൽ, മെഷീനറി ഫിക്സഡ് ആണ്. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ ആ ചൂള മുതലാളിക്ക്, ടൈല് മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം. 200-ൽ നിന്ന് 250, 300, 350 കൂട്ടാം. തൊഴിലാളിയുടെ എണ്ണം മാത്രം 10-ൽ നിന്ന് 12-ലേക്കോ 14-ലേക്കോ കൂട്ടാം. എന്നാൽ ഒരു ലാർജ് സ്കെയിലിൽ പെട്ടെന്ന് 1000-ഓ 2000-ഓ അല്ലെങ്കിൽ 3000-ഓ ആക്കി ആ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് അയാളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മുഴുവൻ വർദ്ധിപ്പിക്കണം, ക്യാപിറ്റൽ എക്സ്പെൻസും വർദ്ധിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ്, ഇൻ എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൺലി 1 ഫാക്ടർ ഈസ് വേരിയബിൾ. നമ്മൾ തൊഴിലാളിയുടെ എണ്ണം മാത്രം വേരി ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഉൽപ്പാദനത്തിൻ്റെ മാറ്റത്തിനെ നമുക്ക് പറയാം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു ചെറു കാലയളവിലുള്ള ഉൽപ്പാദന പ്രക്രിയ. അതേസമയം ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത, അവിടെ ഒരേ സമയം തന്നെ 2 ഫാക്ടേഴ്സിനെയും വേരി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവിടെ ക്യാപിറ്റലിനെയും വർദ്ധിപ്പിക്കുന്നുണ്ട്, അവിടെ ലേബറിനെയും വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിനെ പറയാം ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ.
നമുക്ക് ആദ്യം ഇവിടെ പറയേണ്ടത് ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത അവിടെ ഞാനിവിടെ പറഞ്ഞു ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത അവിടെ തൊഴിലാളിക്ക് മാത്രമായിട്ട് മാറ്റം വരുത്തുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വേരിയബിൾ ഫാക്ടർ എന്ന് പറയാം. അവിടെ നമുക്ക് തൊഴിലാളിയെ പറയാം വേരിയബിൾ ഫാക്ടർ. ഫിക്സഡ് ഫാക്ടറിന് നമുക്ക് പറയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടറും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഫിക്സഡ് ആക്കിക്കൊണ്ട് ലേബർ മാത്രമായിട്ട് വേരി ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ തൊഴിലാളിയുടെ എണ്ണം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് വർദ്ധിക്കുമ്പോൾ മൊത്ത ഉൽപ്പാദനം 10, 25, 70, 80 എന്ന് പറഞ്ഞുകൊണ്ട് വർദ്ധിക്കുകയാണ്. നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിക്കുക. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന മൊത്ത ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാനിവിടെ ആദ്യമേ പറഞ്ഞു ക്യാപിറ്റൽ ഫിക്സഡ് അല്ലേ. ക്യാപിറ്റൽ ഫിക്സഡ് ആക്കിക്കൊണ്ട് ലേബർ വർദ്ധിപ്പിച്ചാലുള്ള പ്രത്യേകത അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് ഓരോ തൊഴിലാളിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് വെൻ ആൻ അഡീഷണൽ ലേബർ ഈസ് എംപ്ലോയിഡ്. അപ്പം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് വെൻ ആൻ അഡീഷണൽ ലേബർ ഈസ് എംപ്ലോയിഡ്. ഒരു തൊഴിലാളിയെ അഡീഷണലായിട്ട് ജോലി ചെയ്യിച്ചപ്പോൾ അയാളിൽ നിന്ന് എന്താണ് കിട്ടിയ ഉൽപ്പാദനം അത് നിരന്തരം കുറയുകയും ഒരു പരിധി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 6ാമത്തെ തൊഴിലാളിയിൽ നിന്ന് കിട്ടിയത് 2 ഉൽപ്പന്നമാണ്. ഇനി 2 യൂണിറ്റ് ആണെന്ന് പറയാം. ഇനി 7ാമത്തെ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിച്ചപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ ഉൽപ്പാദനം മൈനസാണ്. നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആൾ കൂടിയാൽ പാമ്പ് ചാകില്ല. ഇംഗ്ലീഷിൽ പറയാം ടു മെനി കുക്സ് സ്പോയിൽ ദി കിച്ചൺ. ആൾ കൂടിയാൽ ഒരു പ്രയോജനമില്ല. അയാളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഉൽപ്പാദനം നിരന്തരം കുറഞ്ഞു പോവും. ഇനി അപ്പോൾ ഒരു പരിധിയിൽ ഉൽപ്പാദനം അവിടെ നിർത്തണമെന്നാണ് സാരം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പരിധി കഴിഞ്ഞിട്ട് എപ്പോഴാണ് മാർജിനൽ പ്രൊഡക്റ്റ് 0-ലെത്തിയത് അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തുന്നു, പിന്നെ കുറയുന്നു. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് മൈനസ് ആവുന്നു. നമുക്ക് ഈ സിദ്ധാന്തത്തിനെ പറയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് പറയുന്നത് 3 സ്റ്റേജായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ എല്ലാം വർദ്ധിക്കുമ്പോൾ നമുക്ക് പറയാം സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. രണ്ടാമത്തെ സ്റ്റേജിൽ കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ വർധനവിൻ്റെ നിരക്കും കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. നമുക്കതിനെ പറയാം സെക്കൻഡ് സ്റ്റേജിനെ നമുക്ക് പറയാം സ്റ്റേജ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ്. മൂന്നാമത്തെ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് മൈനസിൽ പോകുമ്പോൾ നമുക്ക് ആ സ്റ്റേജിനെ പറയാം സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. നമുക്ക് അപ്പോൾ ഇവിടെ ഇക്കാര്യം ശ്രദ്ധിക്കുക. അടുത്തത് ലോങ് റണ്ണിലേക്ക് വരാം. ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ക്യാപിറ്റലും വേരി ചെയ്യുന്നുണ്ട്, ലേബറും വേരി ചെയ്യുന്നുണ്ട്. അവിടെ 3 തരത്തിലാണ് റിട്ടേൺ. ഒരേ സമയം ഞാൻ ആകുന്ന ഫാക്ടറി മുതലാളി തൊഴിലാളിയുടെ ചെലവും ക്യാപിറ്റൽ ചെലവും 10% കൂട്ടിന്ന് വെച്ചോ. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ വർധനവ്, ഉൽപ്പന്നത്തിൻ്റെ വർധനവ് 10% തന്നെ കിട്ടിയെന്ന് വെച്ചോ. അതിൻ്റെ അർത്ഥം കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി ഞാൻ ഒരേ സമയം ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും ചെലവ് 10% വർദ്ധിച്ചപ്പോൾ ഔട്ട്പുട്ടിൻ്റെ വർധനവ് 20%. ഔട്ട്പുട്ടിൻ്റെ വർധനവ് തൊഴിലാളിയുടെയും ക്യാപിറ്റലിൻ്റെയും വർധനവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി അതേസമയം ഫാക്ടേഴ്സിൻ്റെ വർധനവ് 10%, പക്ഷേ ഔട്ട്പുട്ടിൻ്റെ വർധനവ് വെറും 5%മേ ഉള്ളൂ. നമുക്ക് അവിടെ പറയാം ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇവിടെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിനെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പൊതുവേ പറയാം. റിട്ടേൺസ് ടു സ്കെയിൽ 3 തരത്തിലുണ്ട്. ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ്, മൂന്നാമത് കോൺസ്റ്റന്റ് റിട്ടേൺസ്. ചുരുക്കി നമുക്ക് ഈ ചാർട്ടിൽ പറയാം. ഞാൻ ചുരുക്കി പറയുകയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്കിവിടെ പറയാം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മറ്റൊരു പേര് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പേര് റിട്ടേൺസ് ടു സ്കെയിൽ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ്, 2 ഡിക്രീസിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ്, മൂന്നാമത്തത് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന റിട്ടേൺസ് സ്കെയിലിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഇത്രയുമാണ് നമ്മളുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗം. താങ്ക് യു.